ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നപ്പൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള മരച്ചീനി കൊണ്ടുള്ള കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിവിടെ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കപ്പ കൊണ്ടാണ്, അഥവാ മരച്ചീനി, കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും. ഇവിടെ ഇതിന് കപ്പ എന്നാണ് പറയാറ്. അപ്പം ഞാനിവിടെ 2 കപ്പ് കപ്പ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ടതൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം ഒരു 2 മീഡിയം സൈസ് സവാളയും ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലയിലൊന്ന് നന്നായിട്ട് മിക്സായ ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ കപ്പയും നമ്മൾ തയ്യാറാക്കിയ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂട് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ഒരു മുട്ട നന്നായിട്ട് ഉടച്ചെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് റൊട്ടി പൊടിച്ചതോ റസ്ക് പൊടിച്ചതോ എടുക്കാം. എന്നിട്ട് നമ്മുടെ മസാലയുടെ ചൂടൊന്ന് തണിഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഉണ്ടയാക്കിയിട്ട് നമ്മുടെ ഉള്ളൻ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഒരു സർക്കിൾ ഷേപ്പിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മുട്ടയിലോട്ടും ബ്രെഡ് ക്രംസിലോട്ടും നന്നായിട്ട് ഇട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു തവണയേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇത് ബാക്കിയുള്ളതും ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് മുകളിലുള്ള ബ്രെഡ് ക്രംസ് വല്ലാണ്ടങ്ങ് ഓയിലിലോട്ട് പോവില്ല. അപ്പോൾ നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നൊരു ബ്രൗൺ കളറായി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് വെന്ത് ഒരുപാട് സമയം വേവിക്കാനൊന്നുമില്ല, എല്ലാം വെന്തതാണ്.
അപ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതൊരു വെറൈറ്റി കട്ട്ലേറ്റാണ്. നല്ല ടേസ്റ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.